നടക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഹെൽപ്പ് ചോദിക്കാൻ പോവാണ്. സനേ, മമ്മന്റെ ബേബി വാ. ഞങ്ങൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാട്ടോ. ടാറ്റ കൊടുക്കലായി. കുഞ്ഞിക്കാൽ വളരെ വളരെ ചീടുടാണ്. ഹായ്. അപ്പൊ മമ്മന്റെ പെണ്ണുകുട്ടി വന്നിക്കണു. ഹായ് പറയ്. ഇതുമ്മലിപ്പോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇതിന് സ്ക്രൂ ഒക്കെ നമ്മൾ വെച്ചിട്ട് വേണം. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല. ഹായ് ബേബിനെ കാണൂല, കണ്ടേ. അവിടെ വീണിട്ടരായി. ഇത് വേറെ ഐറ്റംസ് വെച്ചിട്ടും പാൻ കേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങേക്കത്ത് കൊടുത്ത് തീർക്കട്ടെ. ശരി ലായി, അതുമല്ല എഴുത്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹായ് ഹായ് പറയ്. ഹായ് ഹായ് കൊടുക്ക്. ഹായ്. അപ്പൊ ഇന്ന് ലായുവാവന്റെ ഹായും കിട്ടിയിട്ടാണ് നമ്മള് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇന്ന് ലായുവാവന്റെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ലായി ഞാനിതാ ഇപ്പൊ എണീറ്റ് വരുവാണ്. അപ്പോ ലായ്ക്ക് നല്ല ചുമ ഉണ്ട്. അപ്പൊ ലായ്ക്ക് ആദ്യം തന്നെ രാവിലെ എണീറ്റാല് പാല് കൊടുത്തിട്ട് പിന്നെ മരുന്ന് കൊടുക്കലാണ്. അപ്പൊ ഇന്ന് ലായ് ബേബിന്റെ എല്ലാ വിശേഷമാണ് കാണിക്കുന്നത്. ഉമ്മന്നതില്ല. ഹായ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഹായ് ലായ് ബേബി ഹായ് ഒക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ലായ് ബേബി ഇനി കോലം മാറുന്ന എല്ലാവർക്കും കാണിച്ചിട്ട്. ഇത് ലായ് പേപ്പർ നോക്ക്, ഇതിൽ എന്തൊക്കെ ഉണ്ട്. ഇത് ലായ് ബേബി ജാം ജൂമിൽ ഈദ് എംബർസയിൽ അത്ര നോക്കിലായി. ലൈക്ക് എന്താ വേണ്ട. ലായ്ക്ക് ചുമ ഉണ്ട്. അപ്പോൾ മെഡിസിൻ കൊടുക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കൊടുത്താൽ, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് 1 hour കഴിഞ്ഞിട്ട് കൊടുത്താലും വൊമിറ്റ് ചെയ്യും. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് പാൽ കൊടുത്തിട്ട് അങ്ങനെ മെഡിസിൻ കൊടുക്കലാണ്. ഇല്ലല്ലോ. ലായ് ബേബി നോക്ക്, എന്താ നോക്ക്. മറ്റേ പാട്ട് പാട്. മമ്മ പപ്പപ്പ മമ്മ പപ്പപ്പ. വാ, മമ്മ ഒരു പാട്ട് പാടിത്തരാം. മമ്മ പാട്ട്. മമ്മ പപ്പപ്പ നിലായി. ഓക്കെ. ഈ മമ്മ പപ്പപ്പ എന്നുള്ള പാട്ട് ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ബേബി ഷാർക്കാണ്. ബേബി ഷാർക്കിൽ മമ്മ ടുടുടുടും ഗ്രാൻഡ് ടുടുടുടും കമ്പൈൻ ചെയ്തിട്ട് എൻ്റെ കുട്ടി ഉണ്ടാക്കിയ പാട്ടാണ് മമ്മ പപ്പപ്പ. ഇനി ചിരിമാരണ കാണിക്കാം. അതായത് നോക്ക് ക്യാമറയിലെ കുട്ടി മരുന്ന് കുടിക്കണ നോക്കലായി. നടക്കുന്നില്ല ഗൈസ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഹെൽപ്പ് ചോദിക്കാൻ പോവാണ്. സനേ, ഒന്ന് വന്നിട്ട് ഒന്ന് പിടിക്കോ? മമ്മ ഇല്ലല്ലോ. എന്തിനാ കരയണേ? അതാ
നേരത്തെ ഹായ് പറഞ്ഞ കുട്ടിയാത്ര ഇല്ലല്ലോ അത് സാധനം കാട്ടിലായി ബേബിനെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇപ്പോഴും മരുന്ന് പകുതിയെ കുടിച്ചിട്ടുള്ളൂ ഇനി ബാക്കി പകുതി എന്താ കാട്ടാന്ന് എനിക്കറിയില്ല ബാക്കി പകുതിയൊക്കെ മേൽക്കൂടെ ഒക്കെ പോയിക്കണു ഇല്ലല്ലോ മമ്മ ഒന്നും ചെയ്യണില്ല നമുക്ക് മമ്മ പേപ്പർ കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി തരതാ ബേബി ഇതാ കളിക്കാന് ഇറങ്ങിയിട്ടുണ്ട് കാണിക്കാം എന്നോട് തെറ്റി പോവാണ് അപ്പോൾ ഇതിന് തെറ്റി പോകുമ്പോഴത്തേന് ഞാൻ പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ അപ്പോൾ ലായ്ക്ക് നോർമലി മോർണിംഗ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് കടി ഉണ്ടാക്കുമല്ലോ പത്തിരൊക്കെ ആണെങ്കിൽ ചൂടാതെ എടുത്ത് വെച്ചിട്ട് രാവിലെ എനിക്ക് ചുട്ടിട്ട് ദോശയൊക്കെ ആണെങ്കിൽ മാവ് രാവിലെ ചുട്ടുകൊടുത്തിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നലെ എനിക്ക് നോമ്പറുണ്ടായതുകൊണ്ട് അതൊന്നുമില്ല അപ്പോൾ ഞാൻ കരുതി ലായ്ക്ക് രാവിലെ പൊടി തന്നെ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ലായ്ക്ക് ഇതാ ഈ പൊടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് രാഗിയും നവരയും പൊടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ പൊടിക്കണ വീഡിയോ ഇൻഷാല്ല ഞാൻ ചെയ്യുമ്പോൾ പൊടിക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് പൊടി അപ്പം ഇനി അത് പൊടിക്കുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്ന് രാഗിപ്പൊടിയും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ലായ്ക്ക് ഇതുവരെ നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുത്തിട്ടില്ല സെർലാക്കാണെങ്കിലും പിന്നെ ഇങ്ങനത്തെ പൊടികളാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് പുറത്തുനിന്ന് ഇതാക്കണത് നല്ലതാണല്ല എന്നല്ല എനിക്ക് ഒന്നും കൂടി ഒരു ട്രസ്റ്റ് തോന്നുന്നത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് പൊടി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്നുണ്ടെങ്കിലും ഞാൻ ലായ്ക്ക് ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കുകയാണ് ഇതാ ഈ ഒരു സ്പൂണിൽ ഇതാ നിറച്ച് പൊടി എടുത്തിട്ടുണ്ട് ഇതിനൊരു 1.5 സ്പൂൺ അതന്നെ ഇപ്പോൾ ലായ് കഴിക്കുള്ളൂ ഇത് ലായിൻ്റെ പനങ്കൽക്കണ്ടാണ് കഴിഞ്ഞ് പോയിട്ടുണ്ട് കുറച്ചുള്ളൂ ഇത് കണ്ടോ പനങ്കൽക്കണ്ട 2 ഐറ്റം ഉണ്ടാവും അപ്പോൾ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിയതാണ് അപ്പോൾ ഇതിലധികം ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവലില്ല അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ലായ്ക്ക് ഇപ്പോൾ 1.5 വയസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഫുഡിലും ഇങ്ങനെ മധുരം ആഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത് കൽക്കണ്ട ആഡ് ചെയ്യാറുണ്ട് പിന്നെ പഴമൊന്നും കൊടുക്കുമ്പോൾ അതിൽ പിന്നെ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലെയിമൊന്നും നമ്മൾ ഓൺ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പേടിക്കണ്ട ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് ഇടയ്ക്ക് അങ്ങനൊരു ഞാനിവിടെ ഈ വെള്ളം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നല്ലപോലെ കുറുകിയാൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ എവിടേക്കെങ്കിലും ഇത് ഇവിടെ വെച്ചിട്ട് പോയാൽ ഇങ്ങനെ കട്ട പോലെ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടൂല ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് കാരണം ഈ ഒരു രാഗി നവരയിൽ നല്ലപോലെ കുക്കായി കിട്ടണമല്ലോ അപ്പോൾ അതുവരെ ഇങ്ങനെ ആക്കി കൊടുക്കലാണ് ആദ്യം ഞാനിതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫോമുല പൗഡർ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോമുല പൗഡർ ചൂടാക്കാൻ പറ്റില്ല എന്നുള്ളൊരിത് കേട്ടപ്പോഴാണ് അത് മാറ്റിയത് ഇത് ഗീ ആണ് കേട്ടോ ഇത് നമ്മൾ ഈ ബോട്ടിൽ ഇട്ടുള്ളത് ഹോം മെയ്ഡാണ് ഇത് ഒരു സ്പൂണ് ഒരു സ്പൂൺ ഒന്നുമില്ല ഒരു സ്പൂൺ ഒരു ഇത്ര കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ഒരു സ്പൂൺ ഫോമുല പൗഡർ ഒന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഫോമുല പൗഡർ കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം തിളപ്പിച്ചാറിയ വെള്ളമെങ്കിലും ഒഴിക്കാൻ ശ്രദ്ധിക്കണം
ലായിക്ക് ഇങ്ങനെ കുറുകിയ പോലെയുള്ളത് ഇഷ്ടമല്ല. അപ്പത്തിന് ലായ ഇങ്ങനെ ഓക്കാനിക്കാൻ തുടങ്ങും. എനിക്ക് എങ്ങനെ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ മക്കൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ലായിൻ്റെ ഇങ്ങനെ 1-2 വീഡിയോ ഒക്കെ ഫുഡ് കഴിക്കണത് ഷെയറിൽ ഇരിക്കണതോ അങ്ങനെ എന്താ ഞാൻ സ്റ്റോറി ഇട്ട സമയത്തൊക്കെ എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു, ലായി ഇതുമ്മൽ ഇരുന്നിട്ടൊക്കെ ഫുഡ് കഴിക്കൂലേ മാഷാ അല്ലാഹ് എന്നൊക്കെ. അത് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് പിന്നെ ചില സമയത്ത് കഴിക്കൂട്ടോ. ചില സമയത്ത് 1 നേരം 2 നേരമൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ലായിനെ രാവിലെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുളിപ്പിക്കൽ. കാരണം ലായിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മുറ്റത്ത് കളിക്കണം, ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് കൂടെ ഓടണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലായിക്ക്. അപ്പോൾ പിന്നെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അവർക്ക് അതല്ലേ നല്ലത്. കുറച്ച് നേരം ഒരു കളിക്കുകയും ചെയ്യും. പിന്നെ സ്ക്രീന് കാണിക്കണേക്കാൾ നല്ല അതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ വിടാനാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മളെ കുറുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പകുതി മാത്രമേ കഴിക്കുള്ളൂ, തീരെ കഴിക്കൂല. ലായി ലായി മമ്മന്റെ ബേബി വാ. ഫുഡൊക്കെയാണ് നോക്കണത്, കണ്ടാലേ പറ്റൂല. ഹായ് പറയ്. ലായിൻ്റെ ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളറ്. ചിലവരൊക്കെ ഇപ്പോൾ അത് കൺമശിയാണ് കുട്ടിക്കൊന്ന് തുടച്ചെടുക്കാറൊക്കെ. ലായി കൺമശൊന്നും എഴുതലില്ല, അത് ലായി വീണതാണ്. വീണിട്ട് അങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ട് ആയ പോലെ ഒരു സംഭവം ആയതാണ്. അപ്പോൾ മാറുന്ന അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചാണ്. ലായിക്ക് വെള്ളം വേണം. വെള്ളം ചൂട്. വെള്ളം നല്ല ചൂടുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ പൊന്നോ. ലായിൻ്റെ ഉപ്പാനെന്നാണ് വിളിക്കാട്ടോ. ലായി ചൂടിലായി. ലായി ഗുപ്തനാണ്. ചൂടുവെള്ളം ഊതി ഊതി കുടിക്കാൻ ലായിക്ക് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഈ വെള്ളം ഞാൻ മാറ്റി വെച്ചാൽ ഇത് വെക്കും. അത് നന ഇവിടെ. ലായി നന. ലായി സനനെ സന എന്നാ വിളിക്കുക. സനൻ്റെ സിസ്റ്ററാണ്. സനനെ സന എന്നാ വിളിക്കുക. ലായി അതാ ലായിനെ കണ്ടു. വാ മാമ തിന്നാൻ വാ. മമ്മന്റെ ട്രൈപോഡ് പിടിച്ച് അളക്കല്ലേ. മമ്മനെ 360 ഡിഗ്രിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാ ലായിനെ തന്നെ ഇതാ കാണിക്കണു. ഞാൻ പറഞ്ഞുതരാം. ടുട്ടുടു ലായി ടുട്ടുടു. എന്റെ ട്രൈപോഡിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഉറങ്ങി കാണിക്കുന്നത്. എല്ലാരും കണ്ടോളി, വികൃതിക്കുട്ടിനെ കണ്ടോളി. ഗേറ്റിന്റെ അപ്പുറം പോയി. കം ലായി വാ, ഉള്ളിൽ കയറ്. ലായിന്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നതാണ്. അപ്പത്തിന് ലായി അതിൻ്റെ ഉള്ളിൽ എത്തിക്കണ്. അപ്പോൾ ലായി ഫുഡ് കഴിക്കുമെന്ന് ചോദിക്കുന്നവരോട് ലായി ഇപ്പോൾ 3 സ്പൂൺ കഴിച്ചു. ഇനി ഒരു 4 സ്പൂൺ കൂടി കഴിച്ചു. അത്രേനെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മല്ലിട്ടിട്ടാവുന്ന കൊടുത്തിട്ട് വരാം. നിങ്ങളെ കുട്ടികൾക്കുണ്ടോ ഒരേ സെയിം പ്ലേറ്റും ഗ്ലാസ്സിലൊന്നും കൊടുത്താൽ പറ്റായി? ഞാനൊരു ഡെയിലി ഇങ്ങനെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മാറ്റും. അപ്പോൾ ലായിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പുതിയ ഇതാക്കുമ്പോൾ ലായി വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ ലായിൻ്റെ ബോട്ടിലുണ്ടായി ലായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം കുടിക്കാനും ലായിക്കെല്ലാം ഇഷ്ടമാണ്. ലായി മാമു കഴിക്ക്, എന്നാലുള്ള മാമ ഇതിനൊക്കെ സമ്മതിക്കാം.
അവിടെ നിന്ന് ലായ്ക്ക് എത്തൂല, ഇവിടെ തന്നെ നിന്നാലേ എത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ലായ് ബേബി ഫുഡ് കഴിക്കലിട്ടോ. എല്ലാരും കണ്ടോളൂ, എല്ലാരും കണ്ടോളൂ. ലായ് ബേബിന്റെ ഫുഡ് കഴിക്കൽ എല്ലാരും കണ്ടോളൂ. സമയം ഏകദേശം 11 മണി ആവാനായിട്ടുണ്ട്. അതാണ് രാവിലെ തന്നെ കുളിപ്പിക്കാനൊന്നും നിൽക്കാത്തത്. ഒന്നാമത് ഇങ്ങനെ മുറ്റത്ത് കൂടെ നടക്കുകയും ചെയ്യും, പിന്നെ എന്തായാലും കുളിപ്പിക്കേണ്ടി വരും. പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ അത്രയും ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കൊടുക്കലാണ്. പഠിച്ചോനെ കൊണ്ട് കുളിപ്പിച്ചെടുക്കണം അതിന്. വെള്ളം എന്തൊക്കെ കുടിക്കണേ. ലൂലു വിളിക്കാൻ പോവാ. ലൂലു ലായി ലൂലു. ചുമയും ജലദോഷവും. അയ്യോ മമ്മ പിടിച്ചേ. ഇതാ ഗൈസ് എന്റെ ഫുഡ് കഴിക്കല് ചെയ്യുന്ന കുട്ടിയാണ്. ഇനി നമ്മള് കുളിക്കാൻ പോവാണ്. ഞങ്ങള് കുളിച്ചിട്ട് വരാ. ഒരു കുളി കഴിഞ്ഞു. ഇനി ചുമയാണ്. ഞങ്ങൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാട്ടോ. ടാറ്റാ ടാറ്റ കൊടുക്കലായി. ടാറ്റാ. A few moments later. കുളി കഴിഞ്ഞു. ലായ് ബേബി ഇതാ മാറ്റി റെഡിയാ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ലായ് ബേബിന്റെ സ്കിൻ കെയർ ഐറ്റംസ് കാണിച്ചു തരാം. ഇതാണ് ഡെർമാഡ്യൂവിന്റെ ഡയപ്പർ ക്രീം. അത് നമ്മള് അപ്ലൈ ചെയ്തിട്ട് ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്തു. അറ്റാറ്റ അറ്റാറ്റ. ലായില്ല അതിന്റെ കൈതാ. അങ്ങനെയല്ല ഇവിടെ തേക്ക്. ഇത് സെറ്റാഫിലിന്റെ ലോഷനാണ്. കയ്യിൽ കുറച്ചാക്ക്. കുഞ്ഞിക്കൾ വളരെ വളരെ ചെറുതാണ്. ഇനി മമ്മക്കൊരു മത്തം കുരു കുഴിച്ചിട്ടെന്നാ. അങ്ങനെ ഇവിടെ ഒരു മത്തം കുഴിച്ചിട്ടു. നാലോരം വേലേറ്റി മമ്മ കാട്ടിട്ട് ഇടിക്കൂടെ പോയിട്ട് കൊണ്ടിച്ചാടി. ഇനി മമ്മക്ക് മമ്മക്കൊന്നും ചെയ്തു തരണ്ട കേട്ടോ. ഇനി ഇവിടെ ലോഷൻ തേക്കട്ടെ. ഓക്കെ അതൊക്കെ തന്നെ ബെഡിലാവൂലേ. അബ്ബ എവിടെ കുട്ടിയുടെ? അബ്ബ അവിടെ ഇല്ല അബ്ബ അവിടെ ഇല്ല. ഇവിടെ അബ്ബ വരും കേട്ടോ. അബ്ബ 2 days കഴിഞ്ഞ വരും. 2 3 4 5. 1 2 3 4 5. ഈ ABCD പറയ്. ABCD പറയ്. A ഒളിയോളി കണ്ണനെ. അച്ചവിടെ. ഓയ് 1. ഈ കൈ കൂടി കഴിഞ്ഞാ നമ്മളെ മമ്മയാണോ ഹം പറയുന്നു? മമ്മ ഒന്നും ചെയ്തു. ബട്ടൺസിലിട്ടില്ല. ആരാ മമ്മനെ കുളി കെടുക്കണേ? അവിടെ വെക്ക്. ലോയി
ലോയി അവിടെ വെക്കലായി ഇതിവിടെ വെക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാതറിയോ ഇങ്ങനത്തെ സിറ്റുവേഷന്? ഈ ഭാഗം ഇങ്ങോട്ടങ്ങോട്ട് തിരിച്ചിടും. പിന്നെ ലായി ഇത് അവിടെ ഇരുന്നിട്ട് എഴുതാണ്, സ്ലേറ്റിൽ എഴുതുന്നുണ്ട്. ലായി ലാഷ്, ലായിക്ക് ലാഷ് എന്ന് എഴുതാൻ പറഞ്ഞാണ്. അപ്പൊ ലായിക്ക് ലാഷ് എന്നാണ് ഇപ്പൊ പറയുന്നത്. ലായി അതുമല്ല എഴുത്. ലായി എഴുത്, ചോക്കൊണ്ട് എഴുത്. മമ്മ കാണിച്ചു തരാം. താ താ മമ്മക്ക് താ. ആ താ ദാ ലായിക്ക് ക്യൂടട്ടെ. ഈ മമ്മിന്റെ കുട്ടി എഴുത്, അവന്റെ ബേബി എഴുതട്ടോ. എൽ എന്താ എഴുതാൻ വയ്ക്കാത്ത? അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇലാഷ്. അയ്യോ ഇതിങ്ങനെ എഴുത്. ഇങ്ങനെ 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 ഇങ്ങനെ. തൊട്ടിയിലുറങ്ങുമ്പോൾ അയ്യോ അങ്ങനെ ബാഡ് ബോയ്സ് അല്ലേ ചെയ്യാ. അതാ 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 അതാ. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത പോയി. ഒന്നുകൂടി കാട്ടട്ടെ. മമ്മ ഒന്നുകൂടി കാണിച്ചു കാണിച്ചു. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത വന്നു. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത വന്നു. ഇനി ഒന്നുകൂടി. ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത പോയി. ഒരു ഉമ്മ തരൂ, ഒരവ്വ തരൂ, ഒരവ്വ പ്ലീസ്, ഒരവ്വ തരൂ, ഒരവ്വ. അവ്വ ആരാ എനിക്ക് അവ്വ തരിക? ഒരവ്വ. ഇങ്ങനത്തെ അങ്ങനെ. ബൈ പറയ്, ബൈ പറയ്. ഇതെന്തിനത്? ലിബാമാണ്. ടാറ്റ 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 കൊടുക്ക്. ടാറ്റ ടാറ്റ. ലൈ ആന പൂച്ച. നോക്ക് നോക്ക് നോക്ക്. കാ 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 കാ. ബബ്ബ ഇപ്പ. മമ്മ. ആ അബ്ബാ. ഇനി ഇത് മമ്മ പപ്പപ്പ. ആ വെള്ളമാണോ? കുട്ടി നമ്മുടെ ഇന്ന് വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചോളി. എങ്ങനെ ബോട്ടിൽ തുറക്കുക? കാണിച്ചു കൊടുക്ക്. എനിക്ക് ഇങ്ങനെ ഇട്ടാലേ കിട്ടുള്ളൂ കേട്ടോ. ആ നീ ഇത് ആന. നീ കളിക്കണ കാണിച്ചു കൊടുത്താ. ആന കുത്തു കുത്തി നമ്മളെങ്ങനെ കളിക്കല് കാണിച്ചു കൊടുക്ക്. ആന കുത്തു 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 കുത്തി. നിലായി നിലായി കുത്തു 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 കുത്തി. ഹായ്. അപ്പൊ മമ്മന്റെ പെണ്ണുകുട്ടി വന്നിക്കണു. ഹായ് പറ. ഞങ്ങൾ കുളി കഴിഞ്ഞ് മുടിയൊക്കെ വാർന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മുടി കെട്ടാൻ തോന്നിയപ്പോ ഞങ്ങൾ മുടി കെട്ടിയിട്ടുണ്ട്. ഒരവ് കൊടുക്ക്. സബ്സ്ക്രൈബേഴ്സിന് ഒരു അവ കൊടുത്താ. ഇപ്പൊ മുടിയൊക്കെ കെട്ടിയിട്ട് പെണ്ണുകുട്ടീൻ്റെ പോലെ ഇവിടെ ഇരുത്തിക്കണു. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചൊക്കെ നമ്മൾ എന്താ കഴിക്കാന്ന് കാണിച്ചു തരാം. അപ്പം അതുവരെ ഇനി കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കളിയൊപ്പം കളിക്കട്ടെ. അല്ലെ ശരിയാവില്ല.
ലൈക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതാ തിപ്പടി തിപ്പടി തിപ്പടി. ഗിറ്റാർ വായിക്കണ ലൈവ് ബേബിയാണ്. അപ്പൊ തന്നെ ലേറ്റ് ഇട്ടതാണ്, അതാണ് ഇപ്പൊ ഈ നോക്കുന്നത്. ലൈവ് പാട്ട് പാടി പച്ച പച്ച. ഇതെനിക്ക് പണ്ട് എൻ്റെ +2 പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു ഗിറ്റാർ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 വർഷം ആവാറായിട്ടുണ്ട്, 9 വർഷമായിട്ടുണ്ട്. അതിന്റെ വണ്ടിയാണ്. ഹായ്, ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി, അപ്പൊ ഹായ് പറയാം. അപ്പൊ എന്തായാലും പാൻ കേക്കിന്റെ പാൻ ഇതാ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്. ഇതാ ലൈവ് ബേബി, ഇത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക്. ലൈവ് ബേബി ഇതൊക്കെ ഇത് പിടിക്ക്. ഒളി ഒളി കണ്ടിട്ട് വിളിച്ച കുട്ടി, ഒളിയോളി. ഒളിയോളി കണ്ടേ, ഒളിയോളി കണ്ടേ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ ബാറ്റർ നോർമൽ നോൺ സ്റ്റിക്കിൻ്റെ, ഞാനിപ്പോൾ ഇതാ ഈ പാന് ഇന്നാണ് അൺബോക്സ് ചെയ്യുന്നത്, അത് മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഇതിന് വാങ്ങിച്ചെന്നുള്ളൂ. ഞാൻ നോർമൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഗീ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഒരു സ്പൂണിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ കുറേ ഒഴിച്ചിട്ട് അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് അപ്പുറത്തൊന്ന് ഗീ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇത് ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇതൊന്ന് കാണിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്ന ടൂളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അപ്പോൾ അതാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ആക്കിയെടുക്കണത്. ഒരു കുഞ്ഞി പാനാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഷേപ്പൊക്കെ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ കൊടുക്കാൻ ഷേപ്പിൻ്റെ ഇതിൻ്റെ ആവശ്യമില്ല. ലൈക്ക് ഞാൻ എന്ത് ഷേപ്പിലാണ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ അതിങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം റെഡിയിട്ടാണ് ഇങ്ങനെ കൊടുക്കലുള്ളത്. അപ്പോൾ ഇത് കുഞ്ഞി പാനാണ്. ലൈവ് പോയിട്ടോ. ഇതുമ്മലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന് സ്ക്രൂ ഒക്കെ നമ്മൾ വെച്ചിട്ട് വേണം. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല. ഇതൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു പാനാണ്. ഇങ്ങനെ 4 കുഞ്ഞ് പാൻ കേക്ക്സ് നമുക്ക് ഒരേ ടൈമിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പാനാണ്. അപ്പോൾ ഇത് കണ്ട ഒരു ക്രൈസിൽ ഇത് വാങ്ങിച്ചതാണ് ഞാൻ. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം എങ്ങനെ ഈ സ്ക്രൂ വെച്ചിട്ട് ആക്കി എടുക്കാന്ന് എനിക്കറിയില്ല. ലൈ ബേബി, മമ്മന്റെ ബേബി വാ. അല്ല, എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. അത് ഒളിയോളി കുട്ടീനെ കാണൂല, കണ്ടു. ലൈവ് ബേബിനെ കാണൂല, കണ്ടേ. ലൈവ് ബേബിനെ കാണൂല, കണ്ടേ. അവിടെ വീണിട്ടരായി. വാ, മാമന്റെ അടുത്തേക്ക് വാ. വാ, മെല്ലെ മെല്ലെ വാട്ടോ. ലായി വീഴുവല്ലോ പഠിച്ചോനെ. അല്ല പഠിച്ചോനെ പഞ്ഞ, അല്ല പച്ചോനെ. ലൈക്ക് പിന്നെ ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലൈവ് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഗീ പിന്നെ നേന്ത്രപ്പഴം, മുട്ട അതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റോ മുട്ടൻ്റെ ടേസ്റ്റോ ഒന്നും ലായിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടിയും ഒരുമിച്ച് ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും കഴിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അന്നിവിടെ ഷെയർ ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുക. അപ്പം പിന്നെ മുട്ടവും ഒന്നും കഴിക്കാത്ത അതിൻ്റെ പോലത്തെ കുട്ടികളുണ്ടെങ്കിൽ ഓൾക്കൊക്കെ ട്രൈ ആക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുക്കുക. അതിലോട്ട് ഈ ഒരു മുട്ട, ഇതാ ഞാൻ നാടൻ മുട്ടയാണ് കേട്ടോ ഇവിടെ എടുക്കലുള്ളത്. അപ്പോൾ ഒരു നാടൻ മുട്ട ഇതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് ഇട്ടിട്ട്
ഇത് ഇതിൽ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു പഴത്തിന് ഒരു മുട്ട, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ നാടൻ മുട്ട ചിലത് നമുക്ക് പറ്റ ചെറുതായിട്ടാണ് കിട്ടുക. അപ്പം ഞാൻ ചിലപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എണ്ണമൊക്കെ ആഡ് ചെയ്യലുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി ഇത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. വേണ്ടത് നല്ല പോലെ ഒന്ന് അരച്ചൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ മുട്ട പുഴുങ്ങിയിട്ടും പിന്നെ ചിക്കി പൊരിച്ചിട്ടൊക്കെ കൊടുത്തു നോക്കിക്കണം, ഒന്നും ഇഷ്ടമല്ല. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ 4 സൈഡിലും ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗീൻ്റെ അങ്ങനെ വല്ലാണ്ട് ഗീൻ്റെ സ്മെല്ലൊന്നും ആകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ജാറ് കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ ഒഴിക്കുക. നമ്മൾ ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അതിൽ ഓൾറെഡി ഷേപ്പ് ആവും കേട്ടോ. കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ. ആദ്യം ഒഴിച്ചാൽ കുറച്ച് ബാറ്റർ കൂടിപ്പോയോ എന്ന് എനിക്ക് ഡൗട്ട്. കുറച്ച് കട്ടി കൂടും, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ലിഡ് ക്ലോസ് ചെയ്തിട്ടാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ഞാൻ ഈ ഒരു പാനിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ക്ലോഷറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നോർമൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടാസ്ക് വരുന്നത് എവിടെയെന്ന് അറിയോ, ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ. കാരണം ഇതിൽ ഫ്ലോറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആവും, പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ലായ്ക്ക് പിന്നെ പൊട്ടിയാലും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം ലായ്ക്ക് ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്. ഉള്ളൊക്കെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഫ്ലിപ്പ് ചെയ്യാനായോ നോക്കട്ടെ കേട്ടോ. ഇവിടെ ആവട്ടെ. ഇപ്പോൾ സിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കുക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം കരിഞ്ഞ് പോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു പാന് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ആക്കിയിട്ട് മറ്റേ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുക്കലൊക്കെയാണ്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എഡ്ജസൊക്കെ ആദ്യം ഇങ്ങനെ അതിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ പെർഫെക്ഷൻ ഒന്നും ആരും നോക്കണ്ട. കുട്ടികൾ എന്തായാലും പഴവും മുട്ടയും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ ഒരു കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായി കിട്ടണം. പിന്നെ മുട്ടയും പഴവും അല്ലേ, ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതൊക്കെ രണ്ടും പെട്ടെന്ന് തന്നെ വേവുന്ന സാധനങ്ങളായതുകൊണ്ട് അത്ര പണിയൊന്നുമില്ല. ഇത് വേറെ ഐറ്റംസ് വെച്ചിട്ടും പാൻ കേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ ഗീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗീ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി ഒരു ഗീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ ഗീ ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നോക്കാം കേട്ടോ. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്.
ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാൻ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ. ഞാൻ ഇതിലായിക്കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. മാമു കഴിക്കണ്ടേലായി കഴിക്കണ്ടേ? എന്താ വായില്? സ്ലേറ്റിൻ്റെ ഡസ്റ്ററാണത്. ബിസ്മില്ല, കുറച്ച് മുമ്പുടിക്ക്. ചൂടുവെള്ളം കുടിക്കണ നമ്മൾ തൊണ്ട ശരിയാവണ്ടേ ലായ് ബേബി? ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ബായ് പറയ്, ബായ് പറയ്. ആ ബായ് ബായ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ബായ് ഒക്കെ തരുന്നുണ്ട്. ടാറ്റാ പറയ്. ടാറ്റ ടാറ്റ. വേഗത്ത് കൊടുത്ത് തീർക്കട്ടെ. ശരി. അപ്പോൾ ഇതാ ലായ്ക്കുട്ടന് കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ലായ്ക്കുട്ടൻ്റെ ഇതാ ഇവിടുത്തെ പാടാണ് ഞാൻ പറഞ്ഞത്. കൺവെൻഷൻ എന്നല്ല, ഇങ്ങനെ എല്ലാവരും കണ്ടാൽ ചോദിക്കും കൺവെൻഷനാണോ കൺവെൻഷൻ. അപ്പോൾ കൺവെൻഷൻ ഒന്നുമല്ല, ലായ് വീണതാണ് കേട്ടോ. ലായ് ഉറങ്ങിയപ്പോൾ തന്നെ സമയം നല്ലപോലെ ആയി. 3 മണിയായിട്ടുണ്ട്. ഇനി ലായ് എപ്പോഴാണ് എണീക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി. പിന്നെ ഇതിൽ ലായിൻ്റെ വെയിറ്റ് ഗെയിനിങ് ഫുഡാണ് ബനാന എഗ് പാൻ കേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.